നായ്കൾ കാല് നീട്ടി കുത്തറ റെഡിയായി. ഒരുക്കാൻ ഇവിടുന്ന് തൊട്ട് തുടങ്ങണം, എന്നാലേ എഴുന്നള്ളാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ 1 2 3. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് ആട്ടോ. ചെറിയൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ റീലിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതായത് നമ്മളെ പ്ലാൻ എന്ന് പറയുമ്പോൾ വയനാട് വഴി കയറി മുത്തങ്ങ, അതായത് വയനാട് സുൽത്താൻ ബത്തേരി, മുത്തങ്ങ, ബന്ദിപ്പൂര്, ഗുണ്ടൽപേട്ട്, മസനഗുഡി, ഊട്ടി, പിന്നെ നമ്മൾ മുള്ളി, അട്ടപ്പാടി ആ ഒരു സൈഡ് വഴി ഇങ്ങനെ തിരിച്ചിറങ്ങുന്ന ഒരു റൗണ്ട് ട്രിപ്പാണ്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ രാത്രി ഇറങ്ങുന്ന ഒരാളല്ല. നിങ്ങൾക്ക് ഇതുവരെയുള്ള നമ്മളെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയായിരിക്കും. ഉച്ചയ്ക്ക് മുമ്പൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു സെറ്റപ്പിലാണ് പോവാറ്. പക്ഷെ ഇന്ന് അതുപോലെ വിചാരിച്ചായിരുന്നു, ഒരു 2 മണി ആ ഒരു സമയമൊക്കെ ഇറങ്ങാൻ വേണ്ടി വിചാരിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആ ഒരു യാത്രയപ്പോൾ കാര്യം സംഭവങ്ങളൊക്കെ സെറ്റപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഏകദേശം ഈ ഒരു സമയമായി. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇതൊരു സോളോ ട്രിപ്പ് അല്ല കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ അവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പായി വരാനുള്ള ഒരു ലാഗായിരുന്നു. എന്ന് പറഞ്ഞാലും ഇപ്പം നിലവിലുള്ള ഒരു തീരുമാനം വെച്ച് 3 ബൈക്കുകളുണ്ട് കേട്ടോ. 2 സ്പ്ലെൻഡർ, ഒരു ഏതാണ് ബൈക്കാന്ന് അറിയില്ല കേട്ടോ. അതൊരു വേറെ ഫ്രണ്ടിൻ്റെ ആണ്, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 6 പേര് ചേർന്നിട്ടുള്ളൊരു ചെറിയ ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഏകദേശം സമയം 7 മണി 8 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പം നമ്മൾ നൈറ്റ് ചുരമൊക്കെ കയറി ചുമ്മാ വൈബാക്കി അങ്ങനെ പോയി ഏതാണ്ട് സുൽത്താൻ ബത്തേരി ആ ഒരു സൈഡിൽ സ്റ്റേ അടിക്കുന്നു. എന്നിട്ട് മോർണിംഗ് മുത്തങ്ങ കയറി, മുത്തങ്ങ ഫോറസ്റ്റൊക്കെ ഓപ്പൺ ആവാൻ മോർണിംഗ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഫോറസ്റ്റിൽ ഏർലി മോർണിംഗ് അങ്ങ് കയറി നേരെ ഗുണ്ടൽപേട്ട്, മസനഗുഡി വഴി ഊട്ടി ആ ഒരു സെറ്റപ്പാട്ടോ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഹോളിലോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമ്മളിത് ദേവതിയാലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും ഉണ്ടാവുക. ഒരു ഗ്രൂപ്പ് റൈഡൊക്കെ പോകുമ്പം ഇച്ചിരി പാടാണ്, ഒക്കെ അങ്ങ് സെറ്റായി ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മളിത് നമ്മുടെ പള്ളിത്തോടി എത്തിയിട്ടുണ്ട്. ഇപ്പുറം പള്ളിത്തോടിയാണ്. ഇത് നാസിലിൻ്റെ വീട്, ഫ്രണ്ടിൻ്റെ വീട്. ഇതേ നായ്കൾ കാല് നീട്ടി കുത്തറ റെഡിയായി. എത്ര നായ്ക്കള്! ഇത് മെയിനായിട്ട് ഇതിൽ ലോഡ് കയറാൻ ആ സാധനമാടോ, സ്ലീപ്പിംഗ് ബാഗ്. നമുക്ക് രാത്രി സുഖമായിട്ട് കിടക്കാം. ഗൈസ്, ഇത് നമ്മൾ റാഷി. ലേറ്റ് എത്തുണ്ടോ എന്നാ വേണ ഇന്റെ അടുത്തോ? ഇവിടെ ഡിസ്പ്ലേ ഒന്നും ഇല്ലാന്നോ? എന്തൊക്കെയാണ് ഗൈസ്, ഇത് നമ്മൾ മലമ പോകുന്ന പാട്ടാ. അപ്പൊ ഒന്ന് മര്യാദക്ക് മടക്കി എത്ര അതിന്റെ കോൾ. ഇതും അത് നോക്കിയാ, രണ്ടും ഒരേ ടെന്റാ. ഒരു കഥ. ഇജ്ജ് എടുത്ത് തുറന്നാ ഞാൻ മടക്കി തരാം. വൃത്തിയാവും അങ്ങനെ ആയാല്. അത് നോക്കിയാ നോക്കിയാ ഈ വലിപ്പാണ് ആ ടെന്റ്. കോലം നോക്കിയാ. ഇത് ഇങ്ങനെ മടക്കിയിട്ട് തരും. ഇത് ടൈറ്റാക്കി മടക്കണ്ടേ? ഇത് വൃത്തിയുള്ള സ്ഥലം ഇവിടെ. ആ കട്ടമട്ടം മടക്കണോ അതോ സീറ്റ് ഇട്ടിടണോ? ചെരലിലിടുക. ഒരുക്കാൻ ഇവിടുന്ന് തൊട്ട് തുടങ്ങണം, എന്നാലേ എഴുന്നള്ളാൻ പറ്റുള്ളൂ. കയറില്ല. ഇന്ന് ഞാൻ 2 ഇത്ര വലിപ്പമുള്ള കയറൊപ്പിച്ചു തരുമോ? ഇത് കെട്ടി എന്നാൽ വൃത്തിയാവും. അതേമാതിരി റൂളായി നിൽക്കും. ഗൈസ്, ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ടെൻറ്റ് അടങ്ങി ഒതുങ്ങി അവിടെ കിടക്കത്തുള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ സൈസ് ചെറുതായ കണ്ടില്ലേ. പിന്നെ പുതിയ NS എടുത്തുണ്ടോ? അപ്പോൾ അതാണിത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി ഇഷ്ടപ്പെട്ട് പിറ്റേന്ന് പോയെടുത്ത് അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് ഒപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റ് കെട്ടി കഴിഞ്ഞാൽ ടെൻറ്റ് ഒരു വൃത്തിക്ക് അവിടെ കിടക്കും. ഇല്ല റാശിയെ? സാധനം തരണേ. കയ്യിലൊക്കെ ചെളിയായിട്ടോ ടെൻറ്റ് മടക്കിയപ്പോൾ. നമ്മളെന്തെങ്കിലും നേരത്തെ ഇറങ്ങിണോ? പറയിക്കാ. ഞാൻ ഉണ്ട്. അപ്പോൾ ഇതേ ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. കട്ടാൻ മാത്രമേ അറിയുള്ളൂ, അയച്ചാറില്ല. അത് നമ്മൾ മുറിച്ചിടും. സാവിത്തിന്റെ അല്ലേ, സീനില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഷാനു, ഇത് നാസില്, ഇത് നമ്മളെ ഷാപ്പി, ഇത് ശിവന്, ഇത് ഷാഹിനലി, ഇത് നമ്മളെ ഷെയ്ക്ക്.
ഇവിടെ എല്ലാവരും ഒന്നും പോരുന്നില്ല കേട്ടോ. ഇതിൽ പോരുന്നവര് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഈ 6 ആൾക്കാർ. ഇത് നമ്മളെ ഫനൂസും നാസിലും പിന്നെ ഇത് ഷാനുവിൻ്റെ കമ്പനിക്കാരനാണ്. അത് പേരെന്തേനി? ഫൈസാന്. അപ്പോൾ ഇവനും ഷാനു അവന് റോഷൻ. എന്താ ചെയ്യിക്കേ? എന്തായാലും ഉച്ചൊക്കെ മരിച്ചൂലേ? എല്ലിടും പോലെ എല്ലിടും. യാത്രക്ക് പറഞ്ഞപ്പോ നമ്മളല്ലോ നാസിലെടുത്തില്ല. നാസിലെടുത്താണ്. നാസിൽ ആദ്യം എടുത്താണ്. അപ്പൊ നമ്മളെ നാസില് ചെക്കനെ കുട്ടിയൊക്കെ തേച്ച്. പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ലേ, ഒരു കുട്ടി പോയപ്പോ വേറെ 2 സെറ്റായി. എന്നാ ശരി ഷെയ്ക്കോ ശിവിനെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തായിരുന്നാലും പെട്രോൾ പമ്പിൽ അവിടെ എവിടെയെങ്കിലും വെളിച്ചുള്ള സ്ഥലത്ത് എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നൈറ്റ് ചുരമൊക്കെ കയറി സുൽത്താൻ ബത്തേരി ആ ഒരു സൈഡിൽ അവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കുന്നു. പക്ഷെ ഇന്ന് കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം ഏതാണ് എന്നൊന്നും കറക്റ്റ് എനിക്ക് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വയനാട്ടിൽ ഒരു സമരം ഉണ്ട് കേട്ടോ. അതായത് 17-ാം തീയതി അപ്പോൾ ഒരു സമരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മോർണിംഗ് പോകാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷേ സീനൊന്നും ഇല്ല. ഞാൻ വയനാട്ടിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീനൊന്നും ഇല്ല, ചെറിയൊരു ലാഗ് കിട്ടും, ചിലപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് പോകാമെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ കറണ്ട് സിറ്റുവേഷനും കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ആ ഒരു സുൽത്താൻ ബത്തേരി ആ ഒരു സൈഡ് എന്തായിരുന്നാലും ഇന്ന് നൈറ്റ് കവർ ചെയ്യണം. എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റേ അടിക്കും, ടെൻ്റ് അടിക്കും. നമ്മളെ ഈ 2 ടെൻറ്റ് കിടപ്പുണ്ട്. 6 ആളും ഒരു ടെൻറ്റിൽ 3 ആൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നാളെ മോർണിംഗ് പിന്നെ അവിടെ നിന്ന് ഫോറസ്റ്റ് റൂട്ടിലോട്ട് കയറും. അങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. അപ്പോൾ 1, 2, 3 ഇത് 3 ആട്ടോ നമ്മൾ പോകുന്ന വണ്ടികൾ. എണ്ണടിച്ചോ? ഇതിലെണ്ണടിച്ചോ? എന്താ ലീക്കാവേ? അപ്പോൾ ബാക്കി ഇവിടുന്ന് അടിക്കുക ചെയ്യ്. എന്നാ ഹാഫ് അടിച്ചാള്, 500 അടിച്ചാള്. ഗൈസ് അപ്പോൾ ഇതിന് ടാങ്കിൻ്റെ ഇവിടെ ലീക്ക് ഉണ്ട് കേട്ടോ. MC-യിലൊക്കെ ഇട്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പം അത് കാരണമാണ് അതിൽ ഹാഫ് അടിച്ച് പോകുന്നത്. ഓവർ ലോഡായി കഴിഞ്ഞാൽ പെട്രോൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മുടെ വണ്ടി എൻഡോർക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇതുപോലെ ഫ്രണ്ട്സുമായിട്ട് ഒരു ഗ്രൂപ്പ് റൈഡ് പോകുന്നത്, അതും ബൈക്ക് റൈഡ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. നാസിലേക്ക് മാറിയാ ഞാൻ നേരെ അടിച്ചോട്ടെ അപ്പോൾ ഇതിനും. ഓക്കെ, അപ്പോൾ നമുക്ക് അവർ പെട്രോൾ അടിക്കുമ്പോഴേക്ക് എയർ അടിക്കാം കേട്ടോ. 33-29 ഫ്രണ്ട് 29 റിയർ 33. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വയനാട് ചുരത്തിൻ്റെ ആ ഒരു സൈഡിലെത്തിയിട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്പോട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഫുഡ് മീൻസ് ജസ്റ്റ് എന്തെങ്കിലും റിലാക്സിങ് ആ ഒരു രീതിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുക ആ ഒരു രീതിക്ക് കേട്ടോ ഗൈസ്. അങ്ങനെ ഫുഡ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഷാനു പാക്ക് ചെയ്യുന്നുണ്ട്. പാട് ഷാനുവോ? കളറായി. അപ്പോൾ നമുക്കിനി ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ആ രീതിക്ക് പോവുകയാണെങ്കിൽ ഒരു 60 കിലോമീറ്റർ കൂടെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുൽത്താൻ ബത്തേരി ആ ഒരു സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്യും. എന്നിട്ട് മോർണിംഗ് നേരെ പോകും. അപ്പോൾ ഇനി വണ്ടി എടുക്കുന്നത് നമ്മുടെ സ്പൾബറാണ്. സ്പൾബർ കുട്ടിക്ക് മെസ്സേജ് തിരക്കുക നാറി. എൻഡോർക്ക് അവിടെ കിടപ്പുണ്ട്. സ്പ്ലെൻഡർ, നമ്മുടെ സ്പ്ലെൻഡർ. അപ്പോൾ ഇനി ചുരം വൈബ് നമ്മളെ നാസിലാണ് സ്പൾബർ. ഓക്കെ, ഫസ്റ്റ് ടൈം ആട്ടോ ഇതുപോലെ പില്ലണടിച്ച് ട്രിപ്പ് വ്ളോഗിങ്. നൈറ്റ് അടിപൊളി തന്നെ കേട്ടോ. നൈറ്റ് വേറൊരു പ്രത്യേകത തന്നെയാണ്. അതിപ്പോൾ നൈറ്റ് നമ്മൾ ഇതുപോലെ വയനാട് എങ്ങനെ പോകണമെന്നില്ല.
നമ്മുടെ നാട്ടിൽ തന്നെ നൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പ്രത്യേക വൈബാണ്. അത് നൈറ്റ് ഇറങ്ങിയവർക്ക് അറിയുള്ളൂ. നമ്മളെ ഡേ ടൈം വെച്ച് നോക്കുമ്പോൾ നൈറ്റ് തന്നെ അടിപൊളി. കാരണം പീസ്ഫുള്ളാണ്, വണ്ടി കുറവാണ്, പിന്നെ എന്താ പറയുക ഇറിറ്റേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. വെയിലിൻ്റേതായാലും അങ്ങനെയുള്ള ഫുൾ കൂളാണ്, കൂൾ നേച്ചർ. അതാണ് ഗൈസ്. അങ്ങനെ ദേ നമ്മളിത് ഒടുമക്കാട് മക്കാമ് എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. ഗൈസ് ഇപ്പം ഓൾമോസ്റ്റ് ചുരം സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ആ ഒരു പള്ളിയൊക്കെ. ഗൈസ് പുള്ളി ഫണ്ണി ആട്ടോ. ട്രിപ്പ് കാര്യങ്ങളൊക്കെ പാട്ടും ബോക്സൊക്കെ ആയിട്ട് ഇങ്ങനെ നൈസ് മൂഡിൽ ഇങ്ങനെ പോവാണ്. എടാ ഇതാണ് നോളജ് സിറ്റിൻ്റെ റോഡ്. അങ്ങോട്ടുള്ള റോഡുണ്ടോ? നേരെ നോളജ് സിറ്റിക്കാ. നൈറ്റ് വേറെ മൂടാ, നല്ല തണുപ്പുണ്ട്. ഓ കിട്ടൂല, ഒരിക്കലും കിട്ടൂല. അതിന് പുറത്തിറങ്ങി തന്നെ വേണം. ഓ ഗൈസ് ഇപ്പോഴുള്ള ഫീലിംഗ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അനുഭവിക്കുക തന്നെ വേണം. മോനെ നാസിലിനെ കെട്ടിപ്പിടിച്ച് പോവാൻ വേറെ മൂടാണ്. നാസിൽ പണ്ടേ പോലെയാ. അല്ലെ നമ്മളെ റൂട്ട് മാറിയിട്ടൊന്നുമില്ലല്ലോ. അതാണ് കോമഡി. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ചുരം വ്യൂ പോയിൻറ്റിൻ്റെ അത് സ്റ്റാർട്ടിങ്ങിലെത്തിയിട്ടു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് മുമ്പേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇനി ഇവിടുത്തെ പ്ലാനിങ് എങ്ങനെയാണെന്ന് അറിയില്ല, കഴിക്കുന്നുണ്ടോ ചായ കുടിക്കുമായിരിക്കും കേട്ടോ. അപ്പം ആ ഒരു സെറ്റപ്പിൽ നമ്മളിത് അവരെല്ലാവരും അവിടെ കിടപ്പുണ്ട്. എടാ ഷാപ്പിയേ എന്നടാ. അങ്ങനെ നമ്മള് വയനാടിന്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ കയറി ഇങ്ങനെ പൊക്കി കൊടുക്കാതെ ഷാനുവിന്റെ കളികൾ, ഇപ്പുറത്തെ നാസിലിന്റെ കളികൾ.
ചുരം കയറി കുറച്ച് ഇങ്ങനെ വന്നപ്പോഴേക്ക് എല്ലാവർക്കും ഭയങ്കര തണുപ്പ് കിട്ടോ. ദേ സാപ്പിയൊക്കെ ജസ്റ്റ് ഒരു ടീഷർട്ട് ഇട്ടാണ് ഇതുവരെ വന്നത്. അപ്പോൾ വയനാട് കയറിയപ്പോഴേക്കും അപ്പോൾ എൻ്റെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് അവനിട്ട് കൊടുത്തു. പിന്നെ അതേ അവന്മാരൊക്കെ എന്താ പറയുക ഉഡി കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി പോവാണ്. നമുക്ക് അതിനിടയിലൊന്ന് മൂത്രയ്ക്കാൻ വേണ്ടി പോയാലും ഓക്കെ. ഈ ലൈസ് എപ്പോഴും അയ്യോട്ടു കൈസ്. അപ്പം ഇതാട്ടോ നമ്മുടെ കോലം. ക്ലൗഡ് ഉണ്ടോ ആസിലാജി? എന്നാ പോക്കല്ലേ, മിസ്സാകല്ലേ ഗൈസ്. സമയം ദേ 12:58. നമ്മളിതേ വണ്ടി ചേഞ്ച് ആക്കിട്ടോ. ഇനി എൻഡോർക്കിലാണ് കുറച്ച് സമയം. തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ട് പറയാ. കൽപ്പറ്റ ടൗൺ, ബാംഗ്ലൂർ, മൈസൂർ. അല്ല നമ്മൾ അങ്ങോട്ടാ ഗൈസ്. അങ്ങനെ അതെ നമ്മൾ ഫൈനലി ഇതുപോലുള്ളൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. മൂലങ്കാവ് അങ്ങനെ എന്താണ് പേരിട്ടോ. അപ്പം ഇനി ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കറക്റ്റ്ലി 2 ടെൻറ്റിനുള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈക്കാണത് കുസൂടി ഉണ്ടാക്കിയാൽ അപ്പുറത്ത്. അങ്ങനെ അതെ നമ്മൾ ഫൈനലി ഇതുപോലൊരു സ്പോട്ടിൽ ടെൻ്റ് അടിച്ചു കിട്ടോ. ഞാൻ കാണിച്ചുതരാം. 1% ആയിട്ടുണ്ട് ചാർജ്. കണ്ടോ, എപ്പോഴാ തീരാന്നറിയില്ല. അപ്പം എന്തായിരുന്നാലും ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നാളെ കാണിക്കാം അല്ലേ. അങ്ങനെ അതേ സമയം ഏർലി മോർണിംഗ് 5 മണിയായിട്ടോ. അപ്പോൾ ഇനി എല്ലാവരെയും വിളിച്ചു നിർത്തണം. നമ്മളെ മെയിൻ പണി എന്താ വെച്ചാൽ അത് നോക്കണ്ട കേട്ടോ. നമ്മൾ ഇവിടുന്ന് നേരെ അപ്പുറത്തെ ടെൻറ്റിക്ക് ഗോൾ ചെയ്യൂട്ടോ. അതാണ് അലാറം. അവിടെ ബോർഡർ ഓപ്പൺ ആക്കുന്ന ആ ഒരു സമയത്തെ അങ്ങ് കയറി പോകണം എന്നുള്ള രീതിക്ക് നമ്മൾ ഏർലി മോർണിംഗ് സെറ്റായി ഇറങ്ങിയാണ്. എന്തെങ്കിലും വിഷയം എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ. 6 മണിക്ക് ഓപ്പൺ ആവും എന്നുള്ള കാര്യം അറിയാം. അവിടെ ഗൈസ് നല്ല കിടിലം കോട കേട്ടോ. റോഡൊന്നും കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നില്ല. ഏകദേശം അടുത്തെത്തുമ്പോഴൊക്കെയാണ് വീണ്ടും കുറച്ചുകൂടെ ഒക്കെ വിസിബിൾ ആവുന്നത്. ക്യാമിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ റിയലി അങ്ങനെയാ കേട്ടോ. ഇമ്മേ എൻ്റെ ഹെൽമെറ്റ് അത്രക്ക് ഉണ്ട്, അതിനത്രക്ക് ഉണ്ട്. എൻ്റെ മേത്തുണ്ടോ ഗായ് സീനാട്ടോ. നമ്മളെ ക്യാമറ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പഠിച്ചോനെ ഫുള്ളുണ്ട്, എല്ലാത്തുപോലും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയ സീൻ അടിച്ചു പോകും. എനിക്കൊരു ലൈറ്റ് കിട്ടോ, ബാക്കി എല്ലാവർക്കും സ്ട്രോങ്. നമ്മളെത്ര ആളുണ്ട്? 6 ആളല്ലേ, ബാക്കി എല്ലാവർക്കും സാധേ. അത് റെഡി ആവും. അതൊന്ന് വെയിൽ ചൂടായൊക്കെ ഹീലായി പോയിക്കോളൂ ഗൈസ്. അങ്ങനെ അതേ ഫൈനലി നമ്മളിവിടുത്തെ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മിക്കവാറും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എവിടെയൊക്കെ വെച്ച് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഫോറസ്റ്റ് എൻ്റർ ചെയ്ത ശേഷം എങ്ങാണ്ട് വൈൻഡപ്പ് ചെയ്യും. കാരണം ഭയങ്കര ലെങ്തി ആവും. ഇന്നലെ നമ്മൾ വരുന്ന തൊട്ടേ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഹേയ് എടാ ഷാപ്പിയേ. ഓക്കെ, അപ്പോൾ നമ്മളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ആളുകളൊക്കെ കണ്ടു കിട്ടും. ഇന്ന് സൺഡേ ആയ കാരണം വേറെയും ഒരുപാട് പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് റൈഡ് പോയ വേറെ കണ്ടു, ഒരു 3-4 സ്പ്ലെൻഡറൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും കാണുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ നല്ല അടിപൊളി കോടയുണ്ട്. കോട നമ്മൾ ബോഡിയിലടിച്ച് ബോഡിയിൽ മറ്റേ മഴ കൊണ്ട പോലെ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനി ഏതാണ്ട് ആ ഒരു ബോർഡർ ആ ഒരു ഏരിയ ഒക്കെ എത്തുമ്പോൾ കാണാം കേട്ടോ. ചെക്ക് പോയിന്റ് ഓപ്പൺ ആട്ടോ. ഇതാണ് കേട്ടോ ചെക്ക് പോയിന്റ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമുക്കിനി അവരെ കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇനി ഒരുമിച്ച് പോയേക്കാം. ഫോറസ്റ്റ് ഗൈസ്, മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റ്. അപ്പം അതും നമ്മൾ കവർ ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ എന്താ ഒരു ചെക്ക് പോസ്റ്റും കൂടെ ഉണ്ട്. ഭയങ്കര തണുപ്പാട്ടോ. ഇത്
RTO ചെക്ക് പോസ്റ്റ് വയനാട്. ഇപ്പോൾ 3 ചെക്ക് പോസ്റ്റ് കണ്ടു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, എക്സൈസ് ചെക്ക് പോസ്റ്റ്, ഇത് RTO ചെക്ക് പോസ്റ്റ്. പോലീസ് ചെക്ക് പോസ്റ്റ് ഇത് അടുത്തത് 4ാമത്തെ ചെക്ക് പോസ്റ്റ്. ഇനി ഫുള്ളി ഫോറസ്റ്റ് ആട്ടോ. നമ്മൾ വനത്തിലോട്ട് ഇടുന്നോ? ഗായ്സ്, അങ്ങനെ നമ്മൾ വനത്തിനകത്തോട്ട് പ്രവേശിച്ചു ഗായ്സ്. ഫുള്ളി കോട കേട്ടോ, കാടിനകത്തൊക്കെ ഫുള്ളി കോട മൂടി കിടക്കുന്നുണ്ട്. എന്തേലൊക്കെ കണ്ടാൽ മതിയായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ അതേ നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റും കൂടെ കടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു മാൻകൂട്ടത്തെ കണ്ടു കേട്ടോ കുറച്ച്. പിന്നെ ആനയൊന്നും കണ്ടില്ല, കുറച്ച് പട്ടികളെ കണ്ടു. അപ്പം എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ പോകുന്നു. എന്തായിരുന്നാലും ഇന്ന് ഫുള്ളി ഈ വന റൂട്ടാണല്ലോ പോകുന്നത്, അതായത് ഫോറസ്റ്റ് റൂട്ട്. അത്യാവശ്യം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഫനൂസിന്റെ കോമഡികൾ. ഫനൂസ് പറയുകയാണ് ആനകളൊക്കെ എങ്ങനെയാണ് ഈ തണുപ്പത്ത് ജീവിക്കുന്നതെന്ന്. അവനക്ക് എന്താ പറയാ, പാൻറ്റും ഷർട്ടും അതൊന്നും ഇട്ടിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കോമഡി ആട്ടോ. ഗൈസ്, അവിടെ 2 ആനകളുണ്ട് കേട്ടോ. ആനയെ കണ്ടു. അപ്പൊ ഇനി പ്രതിമ നല്ല ഇളകുണ്ട്, ഞാൻ കണ്ടിട്ട് ഫോണിനാണ്. എടാ ഷാനുവേ, എന്നടാ തണുക്കുന്നുണ്ടോടാ? എന്നടാ അത് വേണ്ട. എടാ ഷാനുവേ, ആ സ്പീക്കർ മാറ്റടാ, സ്പീക്കർ മാറ്റടാ. എടാ ഷാനുവേ, ഗായ്സ് ഇവിടെ ഫുള്ള് ഇതുപോലെയുള്ള അമ്പുകളുണ്ട് കേട്ടോ. അമ്പ ആനകൾ വെള്ളം കുടിക്കുന്നത് കാണാൻ നിർത്തി കേട്ടോ അവരൊക്കെ. നമ്മളെന്തേ അതന്നെ കണ്ടോണ്ടിരിക്കുന്നത്. അടാ വീഡിയോ എടുക്കടാ. എന്താ പറഞ്ഞേ? കുപ്പായിച്ചിട്ടാണോ? ഇനിയിപ്പോ വണ്ടി നിർത്തണോ? അവിടെ ഫോറസ്റ്റ് ആണ്, നിർത്താൻ പറ്റൂലടാ. ഗായ്സ്, സണ്ണിത് റൈസായി വരുന്നുണ്ട് കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുന്നു ഗായ്സ്. നല്ല രീതിക്ക് ഇറക്കുന്നു. സൂര്യൻ ഒന്നും കൂടി മുകളിലോട്ട് എത്തണം, അപ്പോഴേ ആ ഒരു തണുപ്പൊക്കെ ഒന്ന് ഇട്ട് തുടങ്ങത്തുള്ളൂ കേട്ടോ. ക്ലൈമാറ്റ് അടിപൊളിയാട്ടോ, ഭയങ്കര തണുപ്പാണ്, അടിപൊളി തണുപ്പാണ്. ഗായ്സ്, അപ്പോൾ അതേ മുത്തങ്ങ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മുത്തങ്ങ കഴിഞ്ഞു. നമ്മൾ അവിടെ ഊട്ടിക്കാടെ കൂടുതലുള്ളേ, മൈസൂർക്ക് കുറവാ, ഊട്ടിക്ക് കൂടുതലുള്ളേ ഗായ്സ്. അപ്പോൾ അതേ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയുള്ളത്
അപ്പോൾ കോഴിക്കോടൊക്കെ 135 കിലോമീറ്റർ ഉണ്ട്. ഗൈസ് അങ്ങനത്തെ ടോയ്ലറ്റ് പോകാനുള്ളവർ ടോയ്ലറ്റൊക്കെ പോയി ഇനിയും ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ വണ്ടിയുടെ കുറച്ച് വിഷ്വലൊക്കെ എടുക്കാൻ വേണ്ടി നേരെ ഈ ഒരു വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൾബർ ആരാണ് സ്പൾബർ? അപ്പോൾ അത് ചെക്ക് പോസ്റ്റൊക്കെ കടന്നിങ്ങനെ ഇനി നേരെ നമ്മൾ ഗുണ്ടൽപേട്ട് അതുപോലെ അവിടെ നിന്ന് മസനഗുഡി ഊട്ടി അങ്ങനെ കേട്ടോ പ്ലാന്. ഓക്കെ അപ്പോൾ ഇത് വണ്ടികളൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഇതേ സൂര്യകാന്തിയുടെ തോട്ടൊക്കെ കണ്ടു. ഗൈസ് അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ ചുമ്മാ നിർത്തിയാട്ടോ. ഇവിടെ സൂര്യകാന്തിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. ഒരു നായി സെൻട്രല്, രണ്ട് നായ്ക്കൾ രണ്ട് സൈഡിൽ. കാട്ടിനടുത്തൊരു നായി, ഒരു കരിനായി അവിടെ, ഒരു കരിനായി ഒരു കരിനായി, ഒരു നാടനായിനെ കൊഞ്ചിക്കുകയാണ് കരിനായി. എന്താ മാച്ച്? അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിക്കും, അതായത് മുത്തങ്ങ വഴി ഇങ്ങനെ വന്ന് ഗുണ്ടൽപേട്ട് എത്തി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ വേണ്ടിയിട്ട് പോവാണ്. അത് നമ്മളെല്ലാവരും ഉണ്ട്. ഇവിടുന്ന് ജസ്റ്റ് വാഷ്റൂമൊക്കെ പോയി ഇങ്ങനെ ചുമ്മാ റിലാക്സ് ആയിരിക്കുകയാണ്. ഈ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ അപ്ലോഡ് ചെയ്ത് ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എന്താ പറഞ്ഞാലും ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൻലി മസനഗുഡി ആ റൂട്ടാട്ടോ അടുത്ത വീഡിയോയിൽ. ഇത് ഇന്നലെ നൈറ്റ് നമ്മൾ വരുമ്പോഴേ തുടങ്ങിയായിരുന്നു, ഭയങ്കര ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനോട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഹോളിൽ ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കൊടുത്താൽ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.